ഇല്ലെങ്കിലേ എനിക്കിതുവരെ അവരോടത് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ അവരുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയാ അത് ഡയറക്റ്റായി പറയുന്നേ? ശരിക്കിപ്പോൾ ഞാനാ പെട്ടത്. അങ്കിളെ ഏതായാലും ആൻറ്റിയെ കൂട്ടിയിട്ട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരണം. ഡെഡ് ബോഡി അവിടെ നിന്നല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്? ആ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞേ എങ്ങനെയെങ്കിലും അവരോടെ എത്തിക്കാം. ആ ദിവാരേട്ടനൊന്ന് അറിയിച്ചേക്കെ. 2 ദിവസമായി എല്ലാം കഴിച്ചിട്ട് അതാ തല ചുറ്റിയത്. അമ്മ അവിടെ എത്തിയിട്ട് വിളിക്കാം. 2 എണ്ണല്ലേ കഴിച്ചുള്ളൂ, ഒന്നുകൂടി കഴിച്ചോളൂ. അയ്യോ വേണ്ട, വയറ് നിറഞ്ഞു. ആ പറഞ്ഞത് നേരാ, അതിൻ്റെ സയറും വിളി. അയ്യോ യേശുദാസിന്റെ പാട്ട്. ആഹാ, അപ്പൊ ഹിന്ദി പാട്ടൊക്കെ അറിയോ? പിന്നെ ആന്റി അമ്മച്ചി എന്നെ കൊണ്ട് എപ്പോഴും പാടിപ്പിക്കുന്ന പാട്ടല്ലേ. ചായ അർത്ഥവും വരിയൊന്നും അറിയില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ മൂന്നു. ആന്റി അമ്മച്ചിക്ക് നന്നായിട്ട് അറിയാം. Ajit, somebody is following us. Don't look now, just wait me. ഒരുപാട് ഇഷ്ടമാണ് ആന്റി അമ്മച്ചിക്ക് പാട്ട്. ഈ ആന്റി അമ്മച്ചിക്ക് ഇപ്പൊ എവിടെയാ? നാട്ടിലായിരുന്നു, ഇപ്പൊ കാനഡയിലാ. കോത്തോ വെച്ചേ ഡോക്ടറൊക്കെ ബാബു. ഹരി ഇവിടെ എവിടെ ജോലിക്ക് പോയെന്നറിയോ? ജോലിക്ക് പോയതൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് സാറിനോട് അങ്ങനെ പറഞ്ഞത്. എന്നോട് വഴക്കുണ്ടാക്കി പോയതാ, അതാ വരാത്തത്. എന്നെ വെറുതെ വിഷമിപ്പിക്കാനായിട്ട്. കരയില്ലേ, ഇതൊരു പബ്ലിക് പ്ലേസാ. അയാള് വരാത്തത് അയാൾക്കൊരു അപകടം പറ്റിയിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലിലാണ്. ബന്ധുക്കളായിട്ട് ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ വന്നിട്ട് 4-5 ദിവസമേ ആയിട്ടുള്ളൂ. ഹരിയേട്ടൻ്റെ ബന്ധുക്കളൊക്കെ എവിടെയാണെന്നാ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും ഇവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ഹരിയേട്ടൻ എന്താ പറ്റിയ സാറേ? എന്താ സാറേ, നല്ല വണ്ടി ഇടിച്ചോ? एकटू पक्का रास्ता दिए चलो तो। साहब रास्ता ऐसे ही साहब. അത് ആശുപത്രിയിലേക്ക് സമാജത്തിന്റെ ആളുകൾ. ഫോളോ করছে কি? That same car is following us. എന്താ സാറേ, ആരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്? ये तो অনেকক্ষণ ধরে পিছা করছে সাহেব. সামনে সামনে মেট্রো স্টেশন কাছে রাখো. ঠিক আছে.
ഹലോ അങ്കിൾ, ഞാൻ ദേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാഷ്വാലിറ്റിയുടെ തൊട്ടടുത്തൊരു ലിഫ്റ്റിലാണ്. അങ്കിൾ ഇപ്പോൾ എവിടെയുണ്ട്? ഫസ്റ്റ് ഫ്ലോറിലല്ലേ? ശരി, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് വരാം. ആ, അങ്ങനെ എന്താ വെച്ചാൽ അതിപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഇത് കൈരളി സമാജ സെക്രട്ടറിയുടെ വൈഫാ ലീല. എന്താ മോളുടെ പേര്? കൃഷ്ണപ്രിയ. നാട്ടിലെവിടെയാ? പട്ടാമ്പിക്കടുത്ത. ഏട്ടൻ എവിടെ കിടക്കുന്നത്? स्ट्रक्चर झाड़ो, आगे बॉडी आइडेंटिफाई करो। उन्ने एक नहीं ऐसे കാഷ്വാലിറ്റിയിലേക്ക് വല്ല കൊണ്ടുപോകണോ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇച്ചിരി വെള്ളമെടുത്ത് മുഖത്ത് കളിച്ച്. ആരാ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബോധം കെടാത്തത്? ഏത് ഭാഗത്താണ് ഇവർ താമസിക്കുന്നത്? സോൾട്ട് ലേക്കിനടുത്താ. ആ. അങ്ങനെ താമസം എന്ന് പറയാൻ പറ്റൊന്നുമില്ല. അതൊരു കുടിസ് ലോഡ്ജാ, ഒരു ലോ ക്ലാസ് വൺ ഡേ ഹോം മാതിരി. ആ ഭാഗത്ത് ആരാ ദിവാകര ഇവരെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ കുട്ടിക്ക് ഇവിടെ ബന്ധുക്കളായിട്ടോ പരിചയക്കാരായിട്ടോ ആരുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അയാൾക്ക് ഇവിടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടായിരുന്നെങ്കിൽ ടി വിയിലെ ന്യൂസ് ഉണ്ട് ഇതിനും വരണ്ടല്ലേ? മോളെ കൃഷ്ണേ, ഇങ്ങിതാ മോളെ, ഈ വെള്ളം കുടിച്ചോ. നാട്ടിൽ അറിയിക്കണ്ടേ? നാട്ടിലറിയിക്കാനായി അങ്ങനെ അവിടെ ആരുമില്ല. ഹസ്ബൻഡ് എവിടെയാ വർക്ക് ചെയ്തിരുന്നേ? സിഗരറ്റ് കമ്പനിയിൽ ഫോർമാൻ ആണെന്നാ പറഞ്ഞത്. എവിടെയാ? ITC-യിലാണോ? ITC-യിലാണെങ്കിൽ നമ്മുടെ വേണുവിനെ അറിയാതിരിക്കില്ല. അവനല്ലേ അവരുടെ ക്ലബിന്റെ സെക്രട്ടറി. ഞാൻ വേണുവിനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ആ ഹലോ വേണുട്ടാ, അജിയാണേ. ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാ. ഞാൻ ഇപ്പോൾ വിളിച്ചേ ചെറിയൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാ. അവിടെ ഹരികുമാർ എന്ന പേരിലൊരു മലയാളി വർക്ക് ചെയ്യുന്നുണ്ടോ? ഒരു ആക്സിഡന്റ് കേസാ. മലയാളിയാണെങ്കിൽ ഞാൻ അറിയാതിരിക്കുവാ ജി. ഇവിടെ ആകെ 2 ഹരിമാരാ ഉള്ളത്. ഒരു ഹരിഹരൻ നായരും ഒരു ഹരികൃഷ്ണനും. രണ്ടുപേരെ ഞാൻ കാലത്ത് കണ്ടതാ. ഓ, ഞാൻ അങ്ങോട്ട് വിളിക്കട്ടാ. ശരി, താങ്ക് യു. ഓക്കെ. എന്താ ജി? ഈ പറഞ്ഞ പേരിൽ അങ്ങനെ ഒരാളവിടെ ഇല്ല. ഞാൻ ആലോചിച്ചു. ശരിയാ, ഈ കൊച്ചിനെ ആരോ ചീറ്റ് ചെയ്തതാ. বডি পেতে গেলে আগে পোস্টমর্টম করতে হবে। আচ্ছা, তারপর যে বডি নেবে তাকে একটা প্রুফ নিয়ে আসতে হবে। ম্যারেজ সার্টিফিকেট হলে চলবে? চলবে, কিন্তু যদি নক্সালাইট টেররিস্ট হয় তবে? বুঝেছি। മീട്ടാക്കെ ജിഗേഷ് കുറച്ച് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും മർഡർ കേസ് ആയതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബോഡി വിട്ടുതരും. ഏതായാലും പോസ്റ്റ്മോർട്ടം നടക്കട്ടെ. അതെ, അപ്പോഴേക്കും കുട്ടിക്കൊരു തീരുമാനത്തിലെത്താലോ. എനിക്കിവിടെ ആരുമില്ല സാറേ, എന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ആ, അത് പറഞ്ഞപ്പോഴാ ബോഡി വിട്ട് കിട്ടാൻ വേണ്ടി മാരേജ് സർട്ടിഫിക്കറ്റ് കാട്ടേണ്ടി വരും. റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കയ്യില്? അതെന്താ ചേച്ചി?
നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന്റെ തെളിവായി രജിസ്റ്റർ ഓഫീസിന്നോ കരയോത്തിന്നോ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോരായിരുന്നു. ഒക്കെ പിന്നെ വന്ന് വാങ്ങിക്കാന്നും പറഞ്ഞു. കേട്ടിടത്തോളം നമ്മൾ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. മരിച്ചവൻ നക്സലാണോ ടെററിസ്റ്റ് ആണോ ആരാണെന്ന് പോലും ആ കുട്ടിക്ക് അറിയാത്ത സ്ഥിതിക്ക് ബോഡി റിസീവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും ഇങ്ങനൊരവസ്ഥയിൽ ഈ കുട്ടിയെ പറഞ്ഞ് എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നേ? അതിനൊക്കെ വഴിയുണ്ട്. বডি পেতে দেরি হবে, হ্যাঁ, ততক্ষণে আপনারা থানায় গিয়ে কাগজপত্রে সই করুন। ঠিক আছে. এক മിനിറ്റ്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ അയാൾ പറയണേ. നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പേപ്പറുകൾ ഇല്ലാത്ത സ്ഥിതിക്ക് ബോഡി ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പോലീസ് സ്റ്റേഷനും അഫിഡവിറ്റൊക്കെ ആയി ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ നാട്ടിലെ പോലെ ദഹിപ്പിക്കലും ചടങ്ങുകളൊന്നും ഇവിടെ ഇല്ല. ഇലക്ട്രിക് ക്രിമേഷനാ, അതിന് കുറച്ച് പണച്ചെലവൊക്കെ ഉള്ളതാ. എന്തായാലും ഒന്ന് കാണാൻ പറ്റില്ലോ. എന്താ വേണ്ടേന്ന് കുട്ടിയാ തീരുമാനിക്കണ്ടേ. അതുമാതിരി ചെയ്യാം. എനിക്കൊന്നും അറിയില്ല സാറേ, എനിക്ക് ആരുമില്ല. ബോഡി ഏറ്റെടുത്താൽ പിന്നെ അതിന്റെ പിന്നിലുള്ള എല്ലാ കൊനസ്റ്റുകൾക്കും നമ്മൾ സ്റ്റേഷനിൽ കയറി അതാ ഇറങ്ങി. ഞാൻ പറഞ്ഞത്, നമ്മളിത് ഏറ്റെടുത്തില്ലെങ്കിൽ അവര് കുറച്ച് ദിവസം അവിടെ വെച്ചോണ്ടിരിക്കും. പിന്നെ ആരെയും കണ്ടില്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കും. അല്ലേ റോസമ്മേ? അതെ, ഇനിയിപ്പോ നാളെ അവകാശം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാലും നമുക്ക് പ്രോബ്ലം ഇല്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് തീരുമാനിക്കൂ കുട്ടി. ഞാനെന്നാ വാർഡിലേക്ക് പോട്ടെ. എന്തെങ്കിലും ആവശ്യമായിട്ട് വിളിച്ചാൽ മതി. ഓ, നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ ഈ പോലീസുകാരന് എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് വന്നേക്കാം. തൽക്കാലം ഈ കുട്ടി നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ, തനിച്ചാക്കണ്ട. വന്നിടും.